ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പറയാനാണ് കേട്ടോ. അതിനുവേണ്ടി 2 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിലുണ്ടാക്കിയിരിക്കുന്ന വട്ടയപ്പം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ തേങ്ങ ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല. തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് ഇതിന് കിട്ടും കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് പകരം നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് അതും അരി അരക്കണതിൻ്റെ ഒപ്പം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം കിട്ടും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മാവൊക്കെ അരച്ചത് ഫെർമെൻറ്റേഷൻ വയ്ക്കുമല്ലോ. മാവ് പുളിച്ചതിന് ശേഷം നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ അതിലേക്ക് 2 നുള്ള് ബേക്കിംഗ് പൗഡർ ഉണ്ട്. അത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വട്ടയപ്പം കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് 2 പിഞ്ച് ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത്